നമ്മുടെ കുടൽ നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ ആണ്, അതല്ലെങ്കിൽ രണ്ടാമത്തെ തലച്ചോറാണെന്ന് പലരും കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പം അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ കുടലിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആളുകൾക്കും സ്ട്രെസ്സും അതുപോലെ തന്നെ ഉറക്കക്കുറവ് ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ സ്ട്രെസ്സ് കൂടുതലുള്ള ആളുകൾക്ക് വയറുവേദന വരാറുണ്ട്, അല്ലെങ്കിൽ പേടിയും ടെൻഷനൊക്കെ ഉള്ള ആളുകൾക്ക് വയറിളക്കം വരാറുണ്ട്. ഓവറായിട്ട് തിങ്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ വയറിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട്, വയറ് വീർക്കുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ കാണിക്കാറുണ്ട് അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സ്ട്രെസ്സ് വരുമ്പോഴേക്കും നമ്മൾ കുടലിൽ ഇത് പ്രശ്നം ഉണ്ടാക്കുന്നത്? നമ്മുടെ കുടലും അതുപോലെ തലച്ചോറും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം ക്ലിയർ അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അനുഭവപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത്. ഞാൻ ഡോക്ടർ സെമിയ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, നടക്കാവ്, കോഴിക്കോട്. കഴിഞ്ഞ ദിവസം ഒ പിയിൽ ഒരു പേഷ്യൻ്റ് വന്നിട്ട് പറഞ്ഞു അവർക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് ബാത്റൂമിൽ പോകാനൊരു ടെൻഡൻസി വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ഭക്ഷണം കഴിച്ചാലും വയറ് വീർക്കുകയാണ്, വയറിന് എരിച്ചിൽ അനുഭവപ്പെടുന്നുണ്ട്, അതുപോലെ നെഞ്ചിരിച്ചിൽ, പുളിച്ച് തികട്ടൽ, ഇങ്ങനെ അസിഡിറ്റി പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ വരുമ്പോഴേക്കും പെട്ടെന്ന് ദേഷ്യം വരികയാണ്, വീട്ടിലുള്ള ആളുകളോടൊന്നും സംസാരിക്കാൻ തോന്നുന്നില്ല, വയറിന് എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോഴേക്കും മൈൻഡ് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആവുകയാണ്, ഉറക്കം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ പലപ്പോഴും പല ആളുകളും പറയുന്നൊരു ബുദ്ധിമുട്ടാണ് മനസ്സിനൊരു സുഖമല്ല, അല്ലെങ്കിൽ ദേഷ്യം വരികയാണ്, മലം കറക്റ്റായിട്ട് പോയിട്ടില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്, നല്ല ലൂസായിട്ട് പോവാണ്, നല്ല ഹാപ്പിയാണ് എന്നൊക്കെ പലരും പറയാറുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെ പറയാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ കുടലും അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനും തമ്മിലൊരു കണക്ഷൻ ഉള്ളത് കൊണ്ടാണ്. ഒരുപാട് നാഡികളുള്ള ഒരു അവയവമാണ് കുടൽ എന്ന് പറയുന്നത്. ഈ കുടലും അതുപോലെ തന്നെ ബ്രെയിൻ നേരിട്ട് കണക്റ്റഡ് ആയിട്ട്, നെർവ്സായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മളെ ബ്രെയിനിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും അതായത് സ്ട്രെസ്സൊക്കെ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രെയിനിൽ നിന്ന് കൂടുതലായിട്ട് കോർട്ടിസോൾ, അതായത് സ്ട്രെസ് ഹോർമോൺ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കും. ഈ സ്ട്രെസ് ഹോർമോൺ കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ കുടലിനെയാണ് ബാധിക്കുന്നത്. കാരണം നമ്മുടെ കുടലിൻ്റെ ചലനശേഷി കുറക്കും, അതുപോലെ ദഹനം കറക്റ്റായിട്ട് നടക്കില്ല, നമ്മുടെ പ്രതിരോധശേഷി കുറഞ്ഞു വരും, അതുപോലെ തന്നെ ഇംബാലൻസ് വരും, നമ്മുടെ ദഹന പ്രശ്നങ്ങളും അതുപോലെ തന്നെ ചീത്ത ബാക്ടീരിയയും നല്ല ബാക്ടീരിയയും തമ്മിലുള്ള ഇംബാലൻസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സ്ട്രെസ്സ് കൂടുതൽ വരുമ്പോഴേക്കും വയറിന് വേദന അനുഭവപ്പെടുന്നവർ പറയാറുണ്ട്. അതുപോലെ സ്ട്രെസ്സ് വരുമ്പോഴേക്കും വയറെരിച്ചിൽ വരിക, അല്ലെങ്കിൽ ഒരു പേടി എന്തെങ്കിലും വരുമ്പോഴേക്കും വയറിളക്കം വരുന്നതും, അതുപോലെ ഓവർ തിങ്കൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ബ്ലോട്ടിങ്, വയറ് വീർക്കുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ബ്രെയിനിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേക്കും കോർട്ടിസോൾ ഉണ്ടാക്കുന്നതും ഈ കോർട്ടിസോൾ നമ്മളെ കുടലിനെ ഇങ്ങനെ ബാധിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ ഹാപ്പി ഹോർമോൺ ആയിട്ടുള്ള സെറോട്ടോണിന് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ കുടലിലാണ്. അപ്പോൾ കുടലിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ, അതായത് ചീത്ത ബാക്ടീരിയ കൂടുതലാവാം, നല്ല ബാക്ടീരിയ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ദഹന പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെറോട്ടോണിൻ ഹോർമോൺ കുറയും. അപ്പോൾ സെറോട്ടോണിൻ ഹോർമോൺ കുറയുമ്പോൾ അത് ഹാപ്പി ഹോർമോൺ ആണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് കുറയുമ്പോൾ നമുക്ക് സ്ട്രെസ്സ് കാര്യങ്ങളും അതുപോലെ തന്നെ ടെൻഷന്, ദേഷ്യം വരിക, ആരോടും സംസാരിക്കാനുള്ള ഒരു താല്പര്യക്കുറവ് വരിക, ഉറക്കക്കുറവ്, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുടലിനെ അത് സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പേഷ്യൻ്റ് ഒ പിയിൽ വന്നപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. നമ്മൾ കുടലും ബ്രെയിനും തമ്മിൽ കണക്റ്റഡ് ആണ്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ചികിത്സ ആദ്യം കുടലിനാണ് എടുക്കേണ്ടത്. അവർക്ക് കുടലിനായിരുന്നു ബുദ്ധിമുട്ട് കൂടുതൽ. ഈ കുടലിൻ്റെ പ്രശ്നം കൊണ്ടാണ് അവർക്ക് സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് അവർ സ്ട്രെസ്സൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെ കുടലിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ സ്ട്രെസ്സോ കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള ഡയറ്റ് കാര്യങ്ങളും അതുപോലെ തന്നെ കുടലിൻ്റെ പ്രശ്നങ്ങൾക്കും ചികിത്സ കൊടുത്തപ്പോൾ അതൊരു 2-3 മാസം കൊണ്ട് കംപ്ലീറ്റ് മാറുകയും അവർക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, ഈ സ്ട്രെസ്സ് പോലെയുള്ള ദേഷ്യം വരുന്നതും അതുപോലെ ഉറക്കക്കുറവ്, അങ്ങനെയുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവരുടെ പൂർണ്ണമായിട്ട് തന്നെ മാറിക്കിട്ടി. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ പല ആളുകളും ഇത് നോർമലായിട്ട് ഉള്ളതാണെന്ന് വിചാരിച്ച് അതത്ര കാര്യമാക്കാറില്ല. എന്നാൽ ഇങ്ങനെ സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും വയറ് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ വയറിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോഴേക്കും സ്ട്രെസ്സ് കാര്യങ്ങളും ആൻസൈറ്റി പോലെയുള്ള ബുദ്ധിമുട്ട്, ഡിപ്രഷൻ പോലെയുള്ള ബുദ്ധിമുട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമ്മൾ കറക്റ്റായിട്ടുള്ള ചികിത്സ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട്. എൻ്റെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഇത്തരം രോഗങ്ങൾ ആദ്യം നമുക്ക് ഭക്ഷണത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ തന്നെ നമുക്കത് ബുദ്ധിമുട്ടൊക്കെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. എന്നിട്ടും കുറവില്ലെങ്കിൽ മാത്രം നമ്മൾ ചികിത്സയിലേക്ക് പോയാൽ മതി.
കാരണം കുടലിലുള്ള എന്ത് പ്രശ്നം വന്നാലും നമുക്ക് ഭക്ഷണത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ തന്നെ കുടലിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞു വരാറുണ്ട്. നമുക്കറിയാം നമ്മുടെ കുടലിൽ ഒരുപാട് നല്ല ബാക്ടീരിയകൾ ഉണ്ട് അല്ലേ. ഈ നല്ല ബാക്ടീരിയ ആണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതും അതുപോലെ തന്നെ നമ്മുടെ ദഹനം കറക്റ്റ് ആക്കുന്നതും അതുപോലെ തന്നെ വൈറ്റമിൻസ് ഒക്കെ ഉണ്ടാക്കുന്നതും ഹാപ്പി ഹോർമോൺ ആയിട്ടുള്ള സെറോട്ടോണിൻ ഒക്കെ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ഈ കുടലിലുള്ള നല്ല ബാക്ടീരിയ ആണ്. അപ്പോൾ ഈ നല്ല ബാക്ടീരിയയുടെ അളവ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ചീത്ത ബാക്ടീരിയ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുടലിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെറിയൊരു നീർക്കെട്ടാവാം, അല്ലെങ്കിൽ ഒരു വീക്കമാവാം, അല്ലെങ്കിൽ ഒരു പുണ്ണോ അൾസറോ ഒക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പലതരത്തിലുള്ള ലക്ഷണങ്ങളായിട്ടാണ് കാണിക്കാറുള്ളത്. നമ്മുടെ കുടൽ നല്ല രീതിയിലല്ല പ്രവർത്തിക്കുന്നതെന്ന് കാണിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട്. അതായത് ഇടയ്ക്കിടയ്ക്കായിട്ട് നമുക്ക് വയറിളക്കം വരിക, അതല്ലെങ്കിൽ മലബന്ധം അനുഭവപ്പെടുക, അതല്ലെങ്കിൽ നമുക്ക് വയറ് വീർക്കുക, വയറിന് എരിച്ചിൽ പുകച്ചിൽ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരിക, അതല്ലെങ്കിൽ നെഞ്ചിരിച്ചിൽ, പുളിച്ച് തികട്ടൽ, ഇടയ്ക്കിടയ്ക്കായിട്ട് ഏമ്പക്കം വരിക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കുടൽ കറക്റ്റായിട്ടല്ല പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഭക്ഷണ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും നല്ല ബുദ്ധിമുട്ടുള്ള ആളുകൾ ചികിത്സയൊക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് മാറ്റം വരാറുണ്ട്. അതുപോലെ കുടലിൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ആൻസൈറ്റി പോലെയുള്ള കാര്യങ്ങൾ വരാം, IBS പോലെയുള്ള അതായത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരാം. അതിൻ്റെ കൂടെ തന്നെ കുടൽ കറക്റ്റ് ആയിട്ടല്ല പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നമുക്ക് സ്കിന്നിലും അതിൻ്റെ മാറ്റങ്ങളൊക്കെ വരാറുണ്ട്. ചില ആളുകൾക്ക് കണ്ണിന് ചുറ്റും ബ്ലാക്ക് കളറായിട്ട് വരാം, മുഖമൊക്കെ ഇരുണ്ട പോലെ അനുഭവപ്പെടാറുണ്ട്. ചില ആളുകൾക്ക് തലയിൽ താരനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലും വരാറുണ്ട്. അതുപോലത്തെ അലർജിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. കാരണം നമുക്കറിയാം അലർജി എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിൽ IgE കൂടുമ്പോഴാണ്. അപ്പോൾ ഈ IgE കൂടുമ്പോഴും നമ്മളത് കുടലിനെ പ്രശ്നമാക്കുകയും ഇതുപോലെയുള്ള സിംറ്റംസ് കാണിക്കാറുണ്ട്. അപ്പോൾ കുടലിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ മാത്രമല്ല ഇത്തരത്തിലുള്ള മറ്റ് ലക്ഷണങ്ങളും ആൻസൈറ്റി, അതുപോലെ ക്ഷീണം വരിക, ഡിപ്രഷൻ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ വരിക, സ്കിന്നിനുള്ള ബുദ്ധിമുട്ടുകൾ, ചൊറിച്ചിൽ, അതുപോലെ തന്നെ തുമ്മൽ, കണ്ണ് ചൊറിച്ചിൽ പോലെയുള്ള അലർജി സിംറ്റംസ് ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ കുടൽ എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതിലേറ്റവും ആദ്യം ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഉറക്കമാണ്. ഇത് ഡെയിലി ഒരു 7 മുതൽ 8 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങിയിരിക്കണം. അതുപോലെ തന്നെ സ്ട്രെസ്സ് കൺട്രോൾ ആക്കുക എന്നുള്ളതാണ്. യോഗ, മെഡിറ്റേഷൻ, കൗൺസിലിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് സ്ട്രെസ്സ് അത് കൺട്രോൾ ആക്കുന്നത് നല്ലതാണ്. കാരണം നമുക്കറിയാം സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ കുടലിനെ ബാധിക്കും എന്നുള്ളത്. അതുപോലെ തന്നെ പുകവലി, മദ്യപാന ശീലമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അത്തരത്തിലുള്ള ശീലങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക. അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് ഒരുപാട് പുറത്തുനിന്നുള്ള ഫുഡുകളൊക്കെ, ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡുകളൊക്കെ കഴിക്കുന്ന ആളുകൾ, ബേക്കറി ഐറ്റംസുകളൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളിലൊക്കെ കൂടുതലായിട്ട് ചീത്ത ബാക്ടീരിയ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആളുകളിൽ ഈ ചീത്ത ബാക്ടീരിയ കൂടിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ദഹന പ്രശ്നങ്ങളൊക്കെ കാണിക്കാം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഫുഡുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കുടലിൻ്റെ ആരോഗ്യത്തിന് നമ്മൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. കാരണം ടൈമിന് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അവിടെ അസിഡിറ്റി പ്രോബ്ലംസ് വരും. അസിഡിറ്റി കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഹൈപ്പർ അസിഡിറ്റി വന്നു കഴിഞ്ഞാൽ നെഞ്ചിരിച്ചിൽ, പുളിച്ച് തികട്ടൽ, വയറ് എരിച്ചിൽ, പുകച്ചിൽ, അത് കുറേ കാലങ്ങൾ കഴിയുമ്പോൾ അത് വയറിൽ പുണ്ണ്, അൾസർ പോലുള്ള അസുഖങ്ങളിലേക്കൊക്കെ നയിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ ഈ ഒരു കാരണം കൊണ്ടാവാം. അപ്പോൾ കൃത്യമായിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അസിഡിറ്റി പ്രോബ്ലംസ് ഒക്കെ കുറയും. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മൾ കുടലിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്, പല ആളുകളും നമുക്കറിയാം രാവിലെ വെറും വയറ്റിലൊക്കെ ബ്ലാക്ക് കോഫി കുടിക്കുക അല്ലെങ്കിൽ ബ്ലാക്ക് ടീ ഒക്കെ കുടിക്കുന്ന ആളുകളുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ശീലമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അത് പരമാവധി ഒഴിവാക്കുക. രാവിലെ വെറും വയറ്റിൽ തന്നെ നമുക്കത് പെട്ടെന്ന് കഴിക്കുമ്പോൾ അത് നമ്മൾ കുടലിൻ്റെ പ്രശ്നങ്ങൾ വരുത്തുകയും ഇങ്ങനെയുള്ള ഗ്യാസ് പോലെയുള്ള ബുദ്ധിമുട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് ഇത്തരത്തിലുള്ള ശീലങ്ങളൊക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെ വ്യായാമക്കുറവ് നമ്മുടെ കുടലിനെ ബാധിക്കാം. കാരണം വ്യായാമക്കുറവ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടലിൻ്റെ ചലനശേഷി കുറയും. ഈ കുടലിൻ്റെ ചലനശേഷി കുറയുമ്പോഴാണ് നമുക്ക് കോൺസ്റ്റിപ്പേഷൻ, അതായത് മലബന്ധം പോലെയുള്ള ബുദ്ധിമുട്ടുകൾ, അതല്ലെങ്കിൽ IBS പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത്. അപ്പോൾ വ്യായാമം ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡെയിലി നമുക്ക് ഒരു ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കുക, അതുപോലെ കഴിച്ച ഉടനെ കുനിഞ്ഞിട്ടുള്ള ജോലികളൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് പരമാവധി ഒഴിവാക്കുക. ഭക്ഷണം കഴിച്ച ഉടനെ പോയിട്ട് നമസ്കരിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ കഴിച്ച ഉടനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വയറിലുള്ള ദഹിക്കാത്ത ഫുഡ്, ആസിഡ് കാര്യങ്ങളൊക്കെ നമ്മുടെ നെഞ്ചിൻ്റെ ഭാഗത്തേക്കൊക്കെ കയറിയിട്ടാണ് ഈ ആസിഡിറ്റി പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ശീലമുള്ള ആളുകളാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് 1 മണിക്കൂർ ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം കിടക്കാൻ. അതുപോലെ തന്നെ ഈ നെഞ്ചിരിച്ചിലും പുളിച്ചു തിക്കട്ടിലും ഇങ്ങനെ ഹൈപ്പർ അസിഡിറ്റി ലക്ഷണങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ
കിടക്കുന്ന സമയത്ത് തലയുടെ ഭാഗം ഒന്ന് പൊക്കി വെക്കുന്നത് നല്ലതാണ്. അങ്ങനെ പൊക്കി വെക്കുമ്പോൾ നമുക്ക് കിടക്കുമ്പോഴുണ്ടാകുന്ന ഈ അസിഡിറ്റി പ്രശ്നങ്ങളൊക്കെ ഒരുപാട് മാറ്റം വരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ, അതായത് നമുക്കറിയാം കുടലിൽ പ്രശ്നം വന്നു കഴിഞ്ഞാൽ വയറ് വീർക്കലും, വയറെരിച്ചിൽ, പുകച്ചിൽ, ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട്, വയറിളക്കം അല്ലെങ്കിൽ മലബന്ധം, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിച്ചിട്ട് കൃത്യമായിട്ടുള്ള ചികിത്സ എടുക്കുക. കാരണം ഇത്തരം ലക്ഷണങ്ങൾക്ക് നമുക്ക് ചികിത്സ എടുത്താൽ തന്നെ നമുക്ക് ഫലപ്രദമായിട്ട് തന്നെ ഇത് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ചികിത്സ എടുത്തിട്ടില്ലെങ്കിലാണ് ഒരുപാട് കാലം ഈ ഒരു ബുദ്ധിമുട്ട്, കുടലിൻ്റെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുണ്ണ്, അൾസർ പോലുള്ള അസുഖങ്ങളിലേക്ക് നയിക്കും. കുറേ കാലങ്ങൾ കഴിയുമ്പോൾ അത് ക്യാൻസർ പോലെയുള്ള വയറിലെ ക്യാൻസർ അല്ലെങ്കിൽ കുടൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങളിലേക്കൊക്കെ നയിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അസുഖങ്ങളിലേക്കൊന്നും പോകാതെ തന്നെ നമ്മൾ അതിൻ്റെ മുന്നേ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സ്നേഹത്തോടെ ഡോക്ടർ സെമിയ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, നടക്കാവ്, കോഴിക്കോട്.